വാവ്, ആറാമത്തെ ചോദ്യം. ഓടി ആ ഫിനിഷ് ലൈൻ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ ദൂരെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരീചിക, ഒരു മരീചികയായി ഫിനിഷ് ലൈൻ കാണുന്നുണ്ട്. 6th ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. 18 ലക്ഷം രൂപയാണ് കയ്യിലുള്ളത്. വലിയ തുകയാണ് ആറാമത്തെ ചോദ്യത്തിലേക്ക് എത്താൻ. നോക്കാം ഇനി കാറ്റഗറീസ് എന്താണെന്ന്. ഓക്കെ, ഗോഡ് വാസ് ഇൻ യുവർ ഫേവർ ഓൾ ദിസ് ടൈം. നോക്കാം. നദി രാജ്യങ്ങൾ. എതിർക്കും നദി 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 നദിയാണ് ചോസൻ കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആർ ശ്രീലങ്ക, ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഓക്കെ, ചോദ്യം. മഹാബലി ഗംഗ ഏത് രാജ്യത്തിലെ നദിയാണ്? വീണ്ടും ആൻസർ ഓപ്ഷൻസ് ശ്രീലങ്ക, ഇന്ത്യ, നേപ്പാൾ. ആലോചിച്ച് തീരുമാനിച്ചോളൂ. സമയം വെച്ചോളൂ. നേപ്പാളിലല്ല, 50 seconds remaining. ഇന്ത്യയിൽ വെക്കണം, നേപ്പാളിലില്ല മഹാബലി ഗംഗ. ഇന്ത്യയിൽ വെക്കണം. 40 seconds remaining. ഉറപ്പാണ് മഹാബലി ഗംഗ. 30 seconds remaining. വെക്കണം, ഇന്ത്യയിൽ വെക്കണം. 20 seconds. ഇനിയും സമയമുണ്ട്. ശ്രീലങ്കയിൽ 16 ലക്ഷം, ഇന്ത്യയിൽ 2 ലക്ഷം, നേപ്പാൾ ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ അവസാനത്തെ അവസരമാണോ? അത് വേണ്ടയോ? വേണ്ട വേണ്ട വേണ്ട. മഹാബലി ഗംഗ ഏത് രാജ്യത്തിലെ നദിയാണ് എന്നാണ് ചോദ്യം. ഷുവറ? വായിച്ചിട്ടുണ്ട്. മഹാബലി ഗംഗ ശ്രീലങ്കയിൽ കൂടെ ഒഴുകുന്നു. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ടാ പോയത്. നോക്കാം. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. ശ്രീലങ്കയിൽ 16 ലക്ഷം രൂപ, ഇന്ത്യയിൽ 2 ലക്ഷം രൂപ, നേപ്പാൾ ഒന്നും ഇല്ല. അടുത്ത 7ാമത്തെ ചോദ്യമാണ്. നോക്കാം. ഓക്കെ, ടോപ്പ് ഓർ ഡ്രോപ്പ്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, 7ാമത്തെ ചോദ്യത്തിലേക്ക് എന്തായാലും പോകും. പക്ഷെ അത് ഏത് തുകയുമായിട്ടാണ്? 16 ലക്ഷമായിട്ട് പോകും. ഉറപ്പാണ്? നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? നമുക്ക് ഈ സസ്പെൻസ് ബ്രേക്കിലേക്ക് നീട്ടിക്കൊണ്ടുപോവാം. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ വിവൽ കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബിഫോർ ദ ബ്രേക്ക് 6ാമത്തെ ചോദ്യമായിട്ടാണ് ഈ ചോദ്യം കിട്ടിയത് ഫോർ നിഷ ആൻഡ് ഷീന. മഹാബലി ഗംഗ ഏത് രാജ്യത്തിലെ നദിയാണെന്ന്. നേപ്പാൾ എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നും വെച്ചിരുന്നില്ല, അതാണ് ഡ്രോപ്പ് ആയിരിക്കുന്നത്. ഇപ്പോഴവർക്ക് മനസ്സിലായി ശ്രീലങ്ക തന്നെയാണ്, ഉറപ്പാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ തുക വെച്ചിരിക്കുന്നത്, 16 lakhs. ഇന്ത്യയിൽ ഒരു 2 lakhs കിടപ്പുണ്ട്. നൗ ഇറ്റ് ഇസ് ഐദർ ഓർ. 7ാമത്തെ ചോദ്യത്തിലേക്ക് 16 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ. നോക്കാം. മുന്നോട്ട് വരൂ.
16 ലക്ഷമാണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ? നല്ല സന്തോഷമാവും. സന്തോഷമായിരിക്കും. 2 ലക്ഷമാണെങ്കിലോ? കുറച്ച് സന്തോഷം. വലിയ സന്തോഷമല്ലേ വേണ്ടത്? അതെ അല്ലേ? അതെ. നോക്കാം. ടോപ്പ് ഓർ ഡ്രോപ്പ്? Yes, I'm so happy. എന്റെ ദൈവമേ, എന്റെ സന്തോഷം നിങ്ങളെ സന്തോഷത്തെക്കാളും കൂടുതലാ. ശ്രീലങ്കയാണ് ശരിയായ ഉത്തരം. മഹാബലി ഗംഗയുടെ നീളം 335 കിലോമീറ്റർ ആണ്. ഇതേപോലെ ഒരു വേറെ ഗംഗ ബംഗ്ലാദേശിലും ഉണ്ട്. എന്താ പേരെന്നറിയോ? ബാരി ഗംഗയാണ്. നിങ്ങൾ എന്തെങ്കിലും ഹസ്ബൻഡ്സിനെ സഹായിക്കാനായി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ? ലൈക്ക് കുടുംബസഭ അങ്ങനത്തെ എന്തെങ്കിലും സൊസൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മോനിപ്പോ ഹീമോഫീലിയ ഉള്ളതുകൊണ്ട് ഹീമോഫീലിയ സൊസൈറ്റിയിലെ മെമ്പറാണ്. ഓക്കെ. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന് എന്നാണ്. ഓക്കെ. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? അവര് അപ്പൊ ഫാക്ടറി നമ്മുടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യണില്ല, ഓക്കെ, വിദേശത്തു നിന്നാണ് വരുന്നത്. അപ്പൊ അതിനുള്ള പൈസ എക്സ്ട്രാ വേണം, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഒരു 10 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3000 വരുന്നുണ്ട് ഒരു വട്ടം ബ്ലീഡിങ് ഉണ്ടായാൽ. ഹീമോഫീലിയ പേഷ്യന്റിന് ചിലപ്പോ മാസത്തിൽ 2-3 വട്ടം ബ്ലീഡിങ് വരാം. ഇതൊരു പാരമ്പര്യ രോഗമല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പൊ അടുത്ത കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. വെറുതെ ജസ്റ്റ് ഒന്ന് പോയി തട്ടിയാൽ മതി, അപ്പൊ അവിടെ ഒരു ബൾജാവും, ചിലപ്പോൾ അവിടെ ബ്ലീഡിങ് നിൽക്കില്ല. അപ്പൊ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. ഇന്റേണൽ ബ്ലീഡിങ് ചിലപ്പോൾ നമ്മൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും നമ്മൾ അറിയില്ല. പുറത്ത് വെച്ച് നമുക്ക് അറിയാം, ഇന്റേണലി വരുമ്പോൾ നമുക്ക് അറിയില്ല. എവിടെയാണ് ഈ സൊസൈറ്റി? എവിടെയാണ്? ഇതിപ്പോ ഞങ്ങളുടെ തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം ആ 3 ജില്ലകൾക്ക് വേണ്ടിയിട്ട് കുന്നംകുളത്ത് ഉള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര 19 കിലോമീറ്റർ പോകണം ഈ ഫാക്ടറി മേടിക്കാൻ. പാലക്കാട് നിന്നൊക്കെ വരുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ്. മലപ്പുറം സർക്കാരൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് പേരുണ്ടോ ആ സൊസൈറ്റിയിൽ? ഞങ്ങളുടെ സൊസൈറ്റിയിൽ 400 പേരുണ്ട്. 400 പേരുണ്ട്. ഓക്കെ. ഫേസിങ് ദ സെയിം പ്രോബ്ലം അല്ലേ? അപ്പോൾ അതൊരു ഫാമിലി പരമായിട്ട് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമാണ് ഹീമോഫീലിയ. പക്ഷെ എന്തായാലും അതിന് ആവശ്യമുള്ള നെസസറി വൈറ്റമിൻസ് ഈ ഒരു ജനറ്റിക്കൽ പ്രോബ്ലം ആണ്, ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ആണ്. ഓക്കെ ഓക്കെ. അത് ബ്ലഡിലുള്ള അബ്നോർമാലിറ്റി, ജീൻ ഡീആക്ടിവേറ്റ് ചെയ്യണതാണ്. അപ്പൊ ആ ജീൻ ഡെലീഷൻ സംഭവിച്ചു. അപ്പൊ ആ ജീൻ ഫാക്ടർ 8 ഫാക്ടർ 9 ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ ഫാക്ടർ 8 പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഡെലീഷൻ സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ 14 ഫാക്ടേഴ്സ് വേണം നമ്മുടെ ശരീരത്തിൽ. ഇവനിപ്പോ 8ാമത്തെ ഫാക്ടർ കുറവാണ്. ഓക്കെ. അപ്പോൾ ആ ജീൻ പ്രൊഡ്യൂസ് ചെയ്യില്ലേ വല്ല ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറെ പോയില്ലേ, അങ്ങനെ കുറെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ ഇഞ്ചക്ഷനിലൊന്നും നിൽക്കില്ലേ ബ്ലീഡിങ്, ഒരു ഇഞ്ചക്ഷൻ 8 മണിക്കൂറാ നിൽക്കുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ വീണ്ടും ഇഞ്ചക്ഷൻ ചെയ്യണം. ഓക്കെ. അപ്പൊ സാധാരണ ഇത് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാറുണ്ടോ? അഡ്മിറ്റ് ചെയ്യണം അല്ലേ? ഇപ്പൊ ലോകം അറിയില്ലോ ഇതൊക്കെ, ഇതെങ്ങനെ ഉണ്ട്, പ്രശ്നമുണ്ട്. ഇപ്പൊ ഹീമോഫീലിയ സൊസൈറ്റിക്ക് വല്ല സഹായം ചെയ്യാൻ വിചാരിച്ചാൽ തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഐ ആം ഷുവർ ദി നെസസറി പീപ്പിൾ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. എന്തോ ഒരു പിള്ളേരെ വേദന, ഭയങ്കര വേദനയായിരിക്കും ഇതിന്. ജോയിന്റിലൊക്കെ ബ്ലീഡിങ് വരുമ്പോ നമുക്ക് തട്ടിയില്ലെങ്കിൽ ഭയങ്കര വേദനയല്ല. ഇപ്പൊ ഇവർക്ക് ബ്ലീഡ് ചെയ്തോണ്ടിരിക്കണം അവിടെ. ആ ഫാക്ടറി എടുത്താൽ മാത്രമാണ് ആ ബ്ലീഡിങ് അവിടെ നിൽക്കുള്ളൂ. ഒരുപാട് ഇതുപോലെ ഇപ്പം ഇമ്പോർട്ടഡ് ആയിട്ടാണ് ഒരുപാട് മെഡിസിൻസ് വരുന്നത്. പുറമേയുള്ള ഒരുപാട് കൺട്രീസിൽ ഇതുപോലെ ജന്മനാ വരുന്ന പ്രശ്നങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ DNA എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് റീഇൻസ്റ്റാൾ ചെയ്യാൻ ഒരുപാട് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ന്യൂ ഫൈൻഡിങ്സ് ഉണ്ടാവുന്നുണ്ട്. സോ അത് ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ അത് കോമൺ മാനിന് ഉപയോഗപ്പെടുത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് us hope that ഇനി കുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും അതേപോലെ എന്ന് വെച്ചാൽ ഇൻക്യൂറബിൾ ഡിസീസസ്, എയ്ഡ്സ്, ക്യാൻസർ എന്നിവ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പം എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ്. അത് എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ആൾക്കാർ വെച്ചിട്ടാണ് അത് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ മൃഗങ്ങളുടെ മുകളിലോ. അതൊക്കെ നല്ലതിനാണ്, മനുഷ്യന് ഇനിയും നല്ലതിനാണ്. അവർ മൃഗങ്ങളെ ഹാം ചെയ്യാൻ ഒന്നുമല്ല ചെയ്യുന്നത്.
ചിലതിന് നല്ല ക്യൂർ ഉണ്ടാവും, ചിലതിന് ക്യൂർ ഉണ്ടാവില്ല. പക്ഷെ ഇത് ഒരു പൊതുജനത്തിന് അയക്കുമ്പോൾ അവരെല്ലാ കേസസും വേണം അവർ ആക്സസ് ചെയ്യാൻ. സോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 5 yearsൽ അത് കോമൺ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും, അഫോർഡബിൾ പ്രൈസിൽ വരാൻ പറ്റും എന്നാണ് പറയുന്നത്. ലെറ്റ് us hope for the best. let's wait for it. അതല്ലേ നമുക്ക് പറ്റൂ. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ഗെയിം പൊസിഷൻ ആണ്. 7ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. 16 ലക്ഷം രൂപയാണ് കയ്യിലുള്ളത്. വലിയ തുക. യെസ്, നിങ്ങളാണ് ആദ്യമായിട്ട് 7ാമത്തെ ചോദ്യത്തിലേക്ക് 16 ലക്ഷവുമായി വന്നിരിക്കുന്നത്. അത് തീർച്ചയായും come on, let's give them a clap. ഈ ക്ലാപ്പ് തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും എനർജി തരാൻ വേണ്ടിയിട്ടുള്ള ക്ലാപ്പാണത്. ഐ വോണ്ട് യു ടു ടേക്ക് ദിസ്. കാരണം ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് 7ാമത്തെ ചോദ്യത്തിൽ. 60 സെക്കൻഡ്സിൽ നിങ്ങൾ റിലാക്സ് ചെയ്യല്ലേ പ്ലീസ്. അത് എല്ലാവരുടെയും സൈക്കോളജി എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ആ മണി പ്ലേസ് ചെയ്യാൻ. ഒരു ഫേവറബിൾ കാറ്റഗറി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് നിങ്ങൾ വലിയ ഒരു കോസിനാണ് ഇത് ഇടാൻ പോകുന്നത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, അതറിയാമല്ലോ. വലിയ ചേഞ്ച് ആണ്. അക്കോർഡിംഗ് ടു യു ഒരു ആൻസർ ഓപ്ഷൻ കൂടെ ഒഴിവാക്കുന്നു. 2 ആൻസർ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒന്നിന്റെ മുകളിൽ മാത്രമേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കുക. നോക്കാം കാറ്റഗറീസ് എന്താണെന്ന്. ഓൾ ദി ബെസ്റ്റ്. വീട്, പ്രായം. പ്രായമാണ്. ഒരുപാട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ. പ്രായമാണ് സെലക്ടഡ് കാറ്റഗറി. നോക്കാം ആൻസർ ഓപ്ഷൻസ് എന്താ നോക്കാം. ഭഗത് സിംഗ്, കുതിരം ബോസ്. നോക്കാം ചോദ്യം എന്താണെന്ന്. ഇവരിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ച പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻസ് ഭഗത് സിംഗ്, കുതിരം ബോസ്. 16 ലക്ഷം രൂപ. ആലോചിച്ച് തീരുമാനിക്കൂ. സമയം തുടങ്ങി. പ്രായം കുറഞ്ഞ ആളാണ്. 40 സെക്കൻഡ് ഉണ്ട്. തെറ്റാവാണോ ദൈവമേ രക്ഷിക്കരുത്. ഭഗത് സിംഗിൽ ഒന്നുമില്ല, കുതിരം ബോസിലാണ് 16 ലക്ഷം വെച്ചിരിക്കുന്നത്. അറിയാവോ ഈ ആൻസർ? അറിയില്ല, ഒട്ടും അറിയില്ല. ഭഗത് സിംഗ് 33 വയസ്സിലാണ് മരിച്ചതെന്ന് അറിയാം. കുതിരം ബോസ് എത്ര വയസ്സിലാണ് മരിച്ചത്? അതിലും ചെറുപ്പത്തിലാണോ കുതിരം ബോസ്? കുതിരം ബോസ് ശരിയായ ഉത്തരമാണെങ്കിൽ 16 ലക്ഷം രൂപ, നിങ്ങളുടെ 16 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ അത് തെറ്റായ ഉത്തരം ആണെങ്കിൽ സൂര്യ TV തരുന്ന 1 ലക്ഷം രൂപ ഞാൻ ഭഗത് സിംഗ് എന്ന ആൻസർ ഓപ്ഷന്റെ മുകളിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു വലിയ കോസിനായി ഏറ്റവും വലിയ തുക കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് മാത്രമല്ല, നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റൻസ് ആണ് 7ാമത്തെ ചോദ്യത്തിൽ ഇത്രയും വലിയ തുകയായിട്ടും വന്നിരിക്കുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മകന്റെ ട്രീറ്റ്മെന്റ്, മകന്റെ മാത്രമല്ല ഹോൾ സൊസൈറ്റിയെ നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്യാം. വലിയൊരു കോസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് വളരെ അപൂർവമായിട്ടുള്ള പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു ഡിസീസും. ഇത് 16 lakhs കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ശരിക്കും നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. വരൂ. കുതിരം ബോസിൽ 16 ലക്ഷം രൂപ അഗേൻസ്റ്റ് ഭഗത് സിംഗിലുള്ള 1 ലക്ഷം രൂപ. നോക്കാം, ടോപ്പ് ഓർ ഡ്രോപ്പ്?
എടുത്തോളൂ, നിങ്ങൾ തന്നെ എടുക്കൂ. Our prize money is sponsored by Dhatri. Okay. ഓ, എന്താ പറയേണ്ടത്? എന്താ പറയാ? ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും പറയൂ, എല്ലാരും കാത്തു നിൽക്കുന്നുണ്ടാവും. എല്ലാവരുടെയും ശബ്ദം കേട്ടില്ലേ? എല്ലാവർക്കും അറിയണം what you both feel right now. Come on, give them a bigger clap. ഒന്ന് പൈസ കാണട്ടെ. എങ്ങനെയുണ്ട് അതിന്റെ വെയിറ്റ്? നല്ല വെയിറ്റ് ഉണ്ട് മാഡം. നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, എന്താ പറയാൻ പോകുന്നത്? പ്രതീക്ഷിച്ചോ? ഏത് ദൈവത്തിന് പ്രാർത്ഥിച്ച ഇങ്ങോട്ട് വന്നത്? ഇനി ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ നേരത്തെ പറയില്ലേ, ഈ ഗെയിം ഷോയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് 7ാമത്തെ ചോദ്യത്തിലേക്ക്. അത് കിട്ടിയിട്ട് എന്താണ് ഫീലിംഗ്? മോന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാലോ ഇനി. പിന്നെ ഈ ഫുൾ തുക കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരു വർഷം മാത്രമല്ല, ഇനിയും ഒരുപാട് വർഷങ്ങളുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാം. ശരിയല്ലേ? അതെ. ഷീന എന്ത് പറയുന്നു? നിഷയല്ലേ SMS അയച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്ത് പറയുന്നു? ഭാഗ്യം. മോന്റെ ഭാഗ്യം. മോന്റെ ഭാഗ്യാണ്. ഇന്ത്യയിലെ വലിയ 2 ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് അവസാനത്തെ ചോദ്യത്തിലേക്ക് വന്നത്. ഒരാള് ഭഗത് സിംഗ്, ഒരാള് കുതിരം ബോസ്. കുതിരം ബോസ് ഏറ്റവും ചെറിയ പ്രായത്തിലാണ് മരിച്ചത്. വായിച്ചൊരു ഓർമ്മ ഉണ്ടായിരുന്നു എനിക്ക്. 1889 ജനിച്ചത്. ആൻഡ് 1998 മരിച്ചു. ബ്രിട്ടീഷുകാരെ തൂക്കിക്കൊന്നതാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. അവരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് അല്ലേ? ശരിക്കും ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ. നമ്മളെ നാടിന് വലിയൊരു ഒരു ഫ്രീഡം മൂവ്മെന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. അത് നിങ്ങളെയും ഇവിടെ സഹായിച്ചു. ഇന്ന് ഈ ഗെയിം ഷോയിലോട്ട് വരാൻ ശരിക്കും നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അപ്ലൈ ചെയ്തത്? സൂര്യ ടിവിയിൽ പ്രോഗ്രാം കണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് SMS അയക്കാറുണ്ട്. പിന്നെ റെഡ് എഫ്എമ്മിലേക്ക് അയച്ചു, 2 അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ കറണ്ട് ഒക്കെ പോകുമ്പോ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഒക്കെ മിസ്സായി പോവാറുണ്ട്. അപ്പൊ എല്ലാം അയക്കുന്നല്ലേ പറയാറ്. അപ്പൊ ഇനി അതുകൊണ്ട് മിസ്സായി പോവരുതെന്ന് വെച്ചിട്ട് റെഡ് എഫ്എമ്മിലേക്ക് അയച്ചു. ഓ, അങ്ങനെയാണ് എന്നിട്ട് സെലക്ഷൻ കിട്ടിയത്. എങ്ങനെയാലും കിട്ടണം സെലക്ഷൻ വെച്ചിട്ട് 2 അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹീമോഫീലിയ സൊസൈറ്റിന് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ നിഷ ഒരു വീട്ടമ്മ മാത്രമാണ്. പക്ഷേ ഈ 16 ലക്ഷം രൂപ വലിയൊരു കോസിന് തന്നെയാണ് പോകാൻ പോകുന്നത്. കാരണം നിഷയുടെ മകൻ ശ്രീഹരിയെ മാത്രമല്ല, പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് വേറെ പേരൻസിൻ്റെ മക്കൾ ഇതുപോലെ ഒരു റെയർ ഡിസീസ് സഫർ ചെയ്യുമ്പം വേറെ രീതിയിൽ സപ്പോർട്ട് ഒന്നും കിട്ടാത്തത് കാരണം, എസ്പെഷ്യലി ഐ വാണ്ട് ദ ഗവൺമെൻറ് ടു ലിസൺ ടു ദിസ്. എന്തെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഗവൺമെൻറ്റും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നമ്മുടെ എല്ലാ